Welcome back to Socio, batch number 1, part 4. ക്ലൈമറ്റ് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന ചാപ്റ്ററായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 3 പാർട്ടും ഡിസ്കസ് ചെയ്തു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ് റീജിയൻസ് ഏതൊക്കെയാണ്, ഓരോ അക്ഷാംശ മേഖലകളുടെ ഇടയിലും വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റുകൾ, കാലാവസ്ഥകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ 1ാമത്തെ പാർട്ടിൽ നമ്മൾ ഇക്വേറ്റർ ക്ലൈമറ്റ് റീജിയൻസ് ആൻഡ് മൺസൂൺ ക്ലൈമറ്റ് റീജിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. 2ാമത്തെ പാർട്ടിൽ സാവന്ന ക്ലൈമറ്റ് റീജിയൻസ് ആൻഡ് ഹോട്ട് ഡെസേർട്ട് റീജിയൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. 3ാമത്തെ പാർട്ടിൽ നമ്മൾ ടെമ്പറേച്ചർ, ഗ്രാസ് ലാൻഡ്, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻ ഇവയെക്കുറിച്ച് എന്ത് ചെയ്തു, 6 പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ 3 പാർട്ടിൽ 6 ക്ലൈമറ്റ് റീജിയൻസുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പാർട്ടുകൾ നോക്കുമ്പോഴും ഭൂമിയിൽ എത്രത്തോളമാണ് ഒരു എഫക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ അല്ല, എല്ലാത്തിനും ഓരോ അക്ഷാംശ രേഖകളുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള റീജണബിൾ ചേഞ്ച് നടക്കുന്നുണ്ട്. അവിടെ എല്ലാം വ്യത്യസ്തമായ ജിയോഗ്രഫിയാണ്, ബയോമി പെക്യുലാരിറ്റീസുകൾ അടങ്ങുന്നുണ്ട്, ഫ്ലോറ ആൻഡ് ഫ്യൂനാസ് എന്നറിയപ്പെടുന്ന ഡിഫറൻ്റ് ആണ്, വിൻഡ് ഡിഫറൻ്റ് ആണ്, അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്, ഹ്യൂമിഡിറ്റി ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഓരോ സ്ഥലങ്ങൾ ഓരോ രീതിയിലാണെന്ന് നമ്മൾ, റെയിൻഫോൾ ഡിഫറൻ്റ് ആണ്, പ്രസിപ്പിറ്റേഷൻസ്, ഹ്യൂമൻ ലൈഫ്, അനിമൽ ഹസ്ബൻഡറി, എക്കോണമിക്കൽ സിസ്റ്റം ഇതെല്ലാം ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ പാർട്ടിൽ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ച 2 പാർട്ടുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുന്നു. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പഠിച്ചതായിരുന്നു മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് അതിൻ്റെ ലൊക്കേഷൻസ് പഠിച്ചു. 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ്. ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിൻ്ററാണ് ഈ 2 ക്ലൈമറ്റ് റീജിയൻസുകളുടെയും പ്രത്യേകത. ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് മിനിമം ആണ് പറയുന്നത് ആൻഡ് മാക്സിമം 25 ഡിഗ്രി വരെയും ഡിഗ്രി സെൽഷ്യസ് വരെയും മിനിമം 20 ഡിഗ്രി സെൽഷ്യസ് വരെയും അവിടുത്തെ ടെമ്പറേച്ചർ പ്ലേസ് നമുക്ക് പറയാം. വിൻ്റർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 60 ഡിഗ്രി, 10 ഡിഗ്രിക്കും 16 ഡിഗ്രിക്കും ഇടയിലാണ് വിൻ്റർ സീസൺ എന്നറിയപ്പെടുന്നത്. എങ്കിൽ പോലും ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻസ് എന്നറിയപ്പെടുന്ന എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഷ്രബ്സും, സെക്കോയ, ഓക്ക് പോലുള്ള പ്രധാനപ്പെട്ട മരങ്ങളെക്കുറിച്ചും, എവർഗ്രീൻ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഐഡിയൽ കൾട്ടിവേഷൻ, ഗ്രേപ്സുകളൊക്കെ ഒരുപാട് കൾട്ടിവേഷൻ ചെയ്യുന്നതാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് റീജിയനാണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ്. അതുകൊണ്ട് തന്നെ എക്കോണമിക്കലി ഇവിടെ വളരെ നല്ല ഒരു ഫ്രൂട്ട്സുകളുടെയൊക്കെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ക്ലൈമറ്റ് റീജിയൻസ്, കോൾഡ് ക്ലൈമറ്റ് റീജിയൻസിൻ്റെ അടുത്തെത്തുന്നതുകൊണ്ട് തന്നെ സീസണബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റേഷൻസ് ആൻഡ് അഗ്രികൾച്ചർ സിസ്റ്റം വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ദെൻ ടെമ്പറേച്ചർ, ഗ്രാസ് ലാൻഡിനെ കുറിച്ച് നമ്മൾ നോക്കി. ലൊക്കേഷൻസ് എന്നറിയപ്പെടുന്ന 40 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഏകദേശം ഒരു 40-50 ഡിഗ്രി, തൊട്ട് മുകളിലല്ല, ഏകദേശം ഒരു 40 and 50 ഡിഗ്രി നമ്മുടെ കോൾഡ് റീജിയൻസിൻ്റെയൊക്കെ അടുത്ത് ഏകദേശമൊക്കെ എത്തിക്കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ആർട്ടിക്കിൻ്റെയൊക്കെ തൊട്ട് താഴെയായിട്ട് ഒരു 2 അക്ഷാംശ രേഖകളുടെയൊക്കെ താഴെയായിട്ട് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ് എത്തിക്കഴിഞ്ഞു. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് കേൾക്കുമ്പോഴേ അത് ചൂടുള്ള പ്രദേശമാണെന്ന് നമ്മൾ ഒരിക്കലും അതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കരുത്. ബിക്കോസ് ഓഫ് ഇതെന്നറിയപ്പെടുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു, നേരത്തെ നമ്മൾ മെഡിറ്ററേനിയൻ പഠിച്ചതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. ബട്ട് സമ്മർ വളരെയധികം കുറവാണ്, വിൻ്ററാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അതർ നെയിംസുകൾ എന്നറിയപ്പെടുന്നത് പ്രൈറി, സ്റ്റീപ്സ്, പാമ്പേഴ്സ്, വേൾഡ് ഡൗൺസ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാപ്പ് നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കുക. എക്സാമിനേഷന് ചോദിക്കുന്ന സ്ഥലമാണ്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പേരുകളുമാണ് ടെമ്പറേച്ചർ, ഗ്രാസ് ലാൻഡ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2 പ്രധാനപ്പെട്ട, അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഈ ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡുകൾ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ പ്രൈറീസ്, ദ ഗ്രാനറി ഓഫ് വേൾഡ് എന്നാണ്, ലോകത്തിൻ്റെ നിലവറ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. കലവറ, നിലവറയല്ല, നിലവറയും കലവറയൊക്കെ തന്നെയാണ്. കാരണം ധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ടെമ്പറേച്ചർ ഗ്രാസ് ലാൻഡ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെന്നറിയപ്പെടുന്നത് വീറ്റ് ഫീൽഡാണ്, അതുപോലെ തന്നെ മെക്കനൈസ്ഡ് ഫാമിംഗ് ആണ്, ഗ്രെയിൻ സ്റ്റോറേജ് ഉള്ള സ്ഥലമാണ്, ഹൈ ഈൽഡ് പ്രൊഡക്ഷൻസ് ഉള്ള സ്ഥലമാണ്, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പകുതി ഭാഗവും ഗ്രെയിൻസിൻ്റെയൊക്കെയും അതുപോലെ തന്നെ ഗോതമ്പ്, വീറ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഈ പറയുന്ന അമേരിക്കൻ റീജൻസ്, നോർത്ത് അമേരിക്ക, അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ റീജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ റീജൻസ് വളരെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് 2 പ്രധാനപ്പെട്ട റീജൻസുകൾ. ഒന്നാമത്തത് തൈഗ റീജൻസിനെ കുറിച്ചും, രണ്ടാമത്തതാണ്
യെസ്, ടൺട്രോ റീജിയൻസുകളെ കുറിച്ച്. ഇപ്പോൾ ടൺട്ര റീജിയൻസുകളും തൈഗ റീജിയൻസുകളും എക്സ്ട്രീം കോൾഡ് റീജിയൻസുകളാണ്. നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്ട്രീം കോൾഡ് റീജിയൻസുകളായിട്ടുള്ള 2 റീജിയൻസാണ് തൈഗ റീജിയൻസ് ആൻഡ് ടൺട്ര റീജിയൻസുകൾ എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ തൈഗ റീജിയൻസുകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ. ടൈഗ റീജിയൻസുകളുടെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേറ്റർ റീജിയൻസിൽ നിന്ന് വളരെ വളരെ ഉയരത്തിലാണ്. ഇപ്പം നമ്മുടെ ഇക്വേറ്റർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഏകദേശം ഈ പാർട്ടിലായിട്ടായിരിക്കും വരുന്നത് അല്ലേ. ഇക്വേറ്റർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് ഇവിടെ ആയിരിക്കാം വരുന്നത്. അവിടെ നിന്ന് വളരെ ഉയരത്തിൽ ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണെങ്കിൽ ഇതെന്നറിയപ്പെടുന്ന 50 ആണെങ്കിൽ ഏകദേശം 55 അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഉയരമുള്ള 55 ഏകദേശം ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് 60 ഒക്കെ കഴിഞ്ഞു പോവാം, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വളരെ ഹൈലി കോൾഡ് റീജിയൻസ് ആണ് ടൈഗ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ഹൈലി കോൾഡ് റീജിയൻസ് ആണ് ടൈഗ റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ വളരെയധികം കോൾഡ് റീജിയൻസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ബോറിയൽ ഫോറസ്റ്റ് റീജിയൻസ് ആണ്. അതായത് കോണിഫറസ് ട്രീസുകളൊക്കെ വളരെയധികം കൂടുതലുള്ള സ്ഥലമാണ്. മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ദ ബെൽറ്റ് ഓഫ് ദ കോണിഫോറസ്റ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇടതൂർന്ന മരങ്ങൾ അടങ്ങുന്ന, നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ ഇക്വേറ്റർ റീജിയൻസിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻസ് ആണെന്ന് പറഞ്ഞ് അത് അങ്ങനെ ഒരു ഇത് വരരുത്, അത്രത്തോളമല്ല. പക്ഷേ കോണിഫറസ് ഫോറസ്റ്റ് റീജിയൻസ് എന്ന് പറയുന്നത് മുള്ളുകൾ അടങ്ങിയിട്ടുള്ള ഒരു വ്യത്യസ്ത കോണുകളായിട്ടുള്ള അല്ലേ, വളരെ കൂർത്തതായിട്ടുള്ള എഡ്ജൊക്കെ വളരെയധികം കൂർത്തതായിട്ടുള്ള മരങ്ങൾ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. കാരണം ഈ പറയുന്ന നമ്മുടെ കോൾഡ് റീജിയൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മരങ്ങളാണ് കോണിഫറസ് ഫോറസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് ടു ബയോമി പ്ലേസുകളാണ്. അതായത് വളരെ ജിയോഗ്രാഫിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒന്ന് മനസ്സിലാക്കുക, ഹൈലി കോൾഡ് റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാക്ടിക്കലി അവിടെ ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും മറ്റു എക്സെപ്റ്റ് ഇനി അതർ ക്ലൈമറ്റ് റീജിയൻസ്. മറ്റേത് ക്ലൈമറ്റ് റീജിയൻസിനേക്കാളും ഒരു ഡിഫറൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് ഇത് സ്ട്രെച്ച് അക്രോസ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയപ്പെടുന്നത് ഈ തൈഗ റീജിയൻസ് ഇവിടെയാണ്. അലാസ്ക നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, കാനഡ. ഓക്കെ, നോർത്ത് അമേരിക്കയുടെ തൊട്ട് മുകളിലാണ് കാനഡ. നമ്മൾ നേരത്തെ പ്രയറീസുകളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോർത്ത് അമേരിക്കൻ റീജിയൻസ് ടെമ്പറേറ്റഡ് ഗ്രാസ് ലാൻഡ് പഠിച്ചപ്പോൾ കാനഡ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. സ്കാൻഡിനേവിയ എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളെയൊക്കെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്നതാണ് സ്കാൻഡിനേവിയ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് അല്ലേ, ഈ 3 പ്രധാനപ്പെട്ട ചെറിയ രാജ്യങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു റീജിയനാണ് വളരെ തണുപ്പേറിയിട്ടുള്ള ഈ പറയുന്ന ടൈഗ റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയപ്പെടുന്നത് ലോങ് കോൾഡ് വിൻ്റർ ആണ്. വളരെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പഠിച്ചിട്ടുണ്ട്. ഒരു റീജിയണൽ നമ്മളെപ്പോഴും അതിന് നമ്മൾ ആ ഒരു ക്ലൈമറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് നിയർലി 40 to 35 ഇയേഴ്സ്, ഏകദേശം 40 വർഷം വരെ ഇവിടെ കൺസിസ്റ്റ് ആയിട്ടൊരു റീജണബിളായിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതെന്നറിയപ്പെടുന്നത് ഒരു എക്സ്ട്രീം ദാറ്റ് ക്ലൈമറ്റ് റീജിയൻ എന്ന് നമുക്ക് പറയാം. ഒരു കാലാവസ്ഥ മേഖലയാണെന്ന് പറയാം. അതേപോലുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന ടൈഗ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് കോൾഡ് വിൻ്റർ റീജിയനാണ് ടൈഗ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഷോർട്ട് കോൾഡ് സമ്മർ സീസൺ ഇവിടെ അടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ്റെ ഒരു ചെറിയൊരു സാന്നിധ്യം അവിടെ എന്തായാലും ഉണ്ടായിരിക്കണമല്ലോ, രാത്രിയും പകലും എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്മോൾ ആയിട്ടുള്ള വളരെ ഷോർട്ട് സമ്മർ കൂൾഡ് റീജിയൻസ് ആണ് ഏതെന്നറിയപ്പെടുന്നത് ഈ പ്രദേശം എന്നറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ സാധാരണമായിട്ട് ഈ റീജിയൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ റഷ്യയുടെ പകുതി ഭാഗങ്ങളും അല്ലേ, ഈ റീജിയൻസുകളെല്ലാം റഷ്യയുടെ പകുതി ഭാഗങ്ങളും എന്ത് തന്നെയാണ് സൈബീരിയയുടെ അവിടെ എല്ലാം എക്സ്ട്രീം കോൾഡ് റീജിയൻസ് ആണ്. നമ്മുടെ തൊട്ട് മുകളിലുള്ള ആർട്ടിക് റീജിയൻസിനെക്കാളുമല്ല, എങ്കിലും ഇവിടെ എല്ലാം എക്സ്ട്രീം കോൾഡ് ഹൈ റീജിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെന്നറിയപ്പെടുന്നത് താമസിക്കുക എന്ന് പറയുന്നത് അല്പമൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. നമുക്ക് ചില വീഡിയോസുകളിൽ നമ്മൾ കണ്ടതുപോലെ ചില സമയങ്ങളിൽ ഇവിടുത്തെ കോൾഡ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ആയിരിക്കും. ബിക്കോസ് ഓഫ് ഇത് 60-65 കയറി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, 55 ഡിഗ്രിയിലൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ -13 തൊട്ട് താഴേക്ക് -0 ഡിഗ്രിക്ക് ഒന്നുമല്ല, അതിനും വളരെ താഴെയായിട്ടുള്ള കോൾഡ് റീജിയൻസുകളാണ് ഈ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൾഡ് ലോങ് വിൻ്റർ ആയിരിക്കാം ഉണ്ടാകുന്നത്. പിന്നെ സ്പ്രോസ് പോലുള്ള മരങ്ങളും പൈൻ, ഫിറ്റ്, അതുപോലെ തന്നെ ലാർച്ച് പോലുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് റീജിയൻസുകളിലെ മരങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈഗ എന്നറിയപ്പെടുന്ന ഒരു റിച്ച് ടിമ്പർ റിസോഴ്സ് ഏരിയ ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെയാണ് ദ മേജർ റോൾ. ഇവിടെ പ്രധാനമായിട്ടും ഒരു ഡിഫറെൻറ്റ് ക്ലൈമറ്റ് റീജിയൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ആൻഡ് അബ്സോർബിങ് ദ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്മുടെ ലോകത്തിൽ തന്നെ ഈ സ്ഥലം എന്നറിയപ്പെടുന്നത് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സംഭവമൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഗ്ലോബൽ വാർമിങ്ങിനേക്ക് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് നമ്മളെ ആഗോള താപനത്തിനേക്ക് ഏറ്റവും കൂടുതൽ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ്. കാരണം അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകൃതിയിലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടെയാണ് ഈ ടൈഗ റീജൻസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ടെസ്റ്റിലോട്ട് പോയിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ക്ലൈമറ്റ് റീജൻസ് എപ്പോഴും എന്താണ് 50 ഡിഗ്രി ടു 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. കണ്ടോ, ടൈഗർ റീജൻസ് എന്നറിയപ്പെടുന്നത് 55 ഡിഗ്രിക്കും 70 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയിലാണ് ടൈഗർ റീജൻസ് എന്നറിയപ്പെടുന്നത്. ഇതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അത്രയ്ക്കും ഒരു നാരോ കോൾഡ് ലോങ് വിൻ്റർ ക്ലൈമറ്റ് റീജൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഷോർട്ട് സമ്മർ ആൻഡ് ദ ലോങ് ഹാർഷ് വിൻഡോ. ടെമ്പറേച്ചർ സമ്മർ 50 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം ആണ് കേട്ടോ 20 ഡിഗ്രി സെൽഷ്യസ് എന്നറിയപ്പെടുന്നത്. വിൻ്റർ എന്നറിയപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും -30 ഡിഗ്രിയൊക്കെയാണ് അല്ലേ. അപ്പോൾ അത്രയും ക്ലൈമറ്റ് എക്സ്ട്രീം കോൾഡ് റീജിയൻ ആണെന്ന് പറയാം. വെറുതെ കോൾഡ് റീജിയൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ്ട്രീം -25 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ നോട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു ഒരു AI വീഡിയോസിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ലെന്നല്ല, ആവശ്യമുള്ളവർക്ക് അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് നമുക്ക് ഒന്ന് വായിച്ച് 5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിരിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് പ്രസിപ്പിറ്റേഷൻ ആനുവൽ റെയിൻഫോൾ 50 സെൻറ്റിമീറ്റർ ടു 17 സെൻറ്റിമീറ്റർ. ഏകദേശം 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ ആനുവൽ റെയിൻഫാൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ റെയിൻഫാൾ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതുപോലെ തന്നെ മോസ്റ്റ് ഫോഗ് ആൻഡ് ഫ്രോസ്റ്റ് ഒക്കെ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. മിസ്റ്റ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഷാഡോ ഒരു സ്നോഫോൾ റീജിയൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. മഴയായിട്ട് കൂടുതലായിട്ട് പെയ്യുന്നതിനേക്കാളും താഴെ പറയുന്നത് പോലെ മോസ്റ്റ്ലി ആസ് ദ സ്നോഫോൾ ഇൻ വിൻ്റർ റീജിയൻസ് ആയിരിക്കാം കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈഗർ റീജൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള ഒരു മോസ്റ്റ് കോൾഡസ്റ്റ് റീജൻസുകളാണ്. ഇവിടേക്ക് സ്കാൻഡിനേവിയൻ നാഷൻസുകളായിട്ടുള്ള നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, അത് മോസ്റ്റ് ഹാപ്പിനെസ് എന്നും മോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റീജൻസ് എന്നൊക്കെ പറയുന്നതിന് പ്രധാനപ്പെട്ട റീസൺസ് ഇവിടേക്ക് ഒരു പരിധിക്ക് അപ്പുറമായിട്ട് പോപ്പുലേഷൻസ് ഒന്നുമില്ല. അത്യാവശ്യം ജിയോഗ്രഫിയും അത്യാവശ്യം പോപ്പുലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് പരമായിട്ടും വളരെ കുറച്ച് ആളുകളൊക്കെ ഉള്ള ഒരു റീജൻസ് കൂടെയാണ് ഈ പ്രദേശം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ടൈഗർ റീജൻസിൻ്റെ പെക്യുലാരിറ്റീസിനെ കുറിച്ച് നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മാപ്പ് കണ്ടാൽ തന്നെ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇതിൻ്റെ നാച്ചുറൽ വെജിറ്റേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വെജിറ്റേഷൻസ് ആൻഡ് എക്കോണമിക് വെജിറ്റേഷൻസ്, ദ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പൈനും ഫയറും അതുപോലെ തന്നെ സ്പ്രൂസ് ഇങ്ങനെ തുടങ്ങുന്ന കോണിഫറസ് ട്രീസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിമ്പർ കോണിഫറസ് ട്രീസ് എന്നറിയപ്പെടുന്നത്. ഈ എഡ്ജ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വളരെയധികം ഷാർപ്പായിട്ടുള്ള നമ്മുടെയൊക്കെ മഞ്ഞിനെയൊക്കെ കറക്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെരി ഷാർപ്പ് റീസണബിൾ ഒരു സത്യം പറഞ്ഞാൽ ഇതൊരു ഗ്രാസ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. വളരെ ഉയർന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും, മീൻസ് മരങ്ങളാണെങ്കിലും ഒരു ഗ്രാസിനെ പോലെ നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് നല്ല ഉയർന്ന മുൾച്ചെടികളെ പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിമ്പർ കോണിഫറസ് എന്ന് നമുക്ക് ഇതിനെ അറിയപ്പെടുന്നത്. കാരണം തടിയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മുടെ ഈ പൈൻ, ഫയർ, അതുപോലെ തന്നെ സ്പ്രൂസ് പോലുള്ള മരങ്ങളൊക്കെ ഓക്കെ ആണല്ലോ. അഗ്രികൾച്ചർ എന്നറിയപ്പെടുന്ന വെരി ലിമിറ്റഡ് ഡ്യൂ ടു ദ കോൾഡ് സബാർട്ടി ക്ലൈമറ്റ്. അഗ്രികൾച്ചർ വളരെ വലിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഇവിടെ കോൾഡ് റീജൻസ് ആയതുകൊണ്ട് തന്നെ വെരി ലിമിറ്റഡ് ഡ്യൂ ടു ദ കോൾഡ്. എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ റൂംബറിങ് ആൻഡ് ഊൾ ഇൻഡസ്ട്രീസ് ആൻഡ് ദ ഹൈലി ഇൻഡസ്ട്രി ഇൻ കാനഡ പോലുള്ള അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ നാഷൻസുകളിൽ ഈ ഊൾ ഇൻഡസ്ട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനിമൽ ഹസ്ബൻഡറിയൊക്കെ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. കാരണം മഞ്ഞിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന മൃഗങ്ങൾ അവിടെ വളരുന്നുണ്ട്. ആ മൃഗങ്ങൾ വളരുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളെന്നറിയപ്പെടുന്നത് അനിമൽ ഹസ്ബൻഡറിക്കും ലൂംബറിങ്ങിനെയും അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ മറ്റു സ്ഥലങ്ങളിലേക്ക് ടിമ്പർ ബിസിനസ്സൊക്കെ വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇതാണ് കോണിഫറസ് ട്രീസുകൾ എന്നറിയപ്പെടുന്നത്. ഓൾ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ചെമ്മരിയാടുകളെയൊക്കെ എല്ലാം വളർത്തി അവയെ ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രവും അല്ലെങ്കിൽ പ്രദേശവും കൂടെയാണ് ഈ ടൈഗർ റീജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഹൈലി ടിമ്പർ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ടിമ്പർ വെച്ച് തടി വെച്ച് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമൊക്കെ ഒരു ഉള്ള ഒരു പ്ലേസും കൂടെയാണ് ഈ പറയുന്ന ടൈഗർ റീജൻസ് എന്നറിയപ്പെടുന്നത്. സോ ഈ ടൈഗ എന്നറിയപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് എന്താണ്, അഗ്രികൾച്ചർ എന്താണ്, വെജിറ്റേഷൻസ് എന്താണ്, പ്രസിപ്പിറ്റേഷൻ, ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ആൻഡ് ലൊക്കേഷൻ. ഇതിനെ
ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് കോണിഫറസ് ഫോറസ്റ്റ്. അതുപോലെ തന്നെ ബോറിയൽ ലാൻഡ്സ്കേപ്പ്, പിന്നെ വൈൽഡ് ലൈഫ് എന്നറിയപ്പെടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വർഗ്ഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ് ടൈഗ റീജൻസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ദെൻ ഇതായി കാണുന്നതാണ്, ഇത് സമ്മർ സീസൺ കഴിഞ്ഞ് വിൻ്റർ സീസണൊക്കെ ആകുമ്പോൾ, സമ്മർ വളരെ കുറച്ചേ ഉള്ളൂ, ലോങ് ഹാർഷ് വിൻ്റർ ആണ് കേട്ടോ ഇവിടെ. സാധാരണ രീതിയിൽ ഈ കോണിഫറസ് ട്രീസുകളൊക്കെ എല്ലാം ഈ കണക്കിൽ വിൻ്റർ സീസൺ ആകുമ്പോൾ ആവും. ഇതേ കണക്കിലുള്ള ഒരു ഇതാവും. അപ്പോൾ അത്രയും ഒരു ക്ലൈമറ്റ്, ഒരു വെജിറ്റേഷൻ ഉള്ള ഒരു പ്ലേസാണ് ടൈഗ റീജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടണ്ട്ര റീജൻസുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പല പേരുകളിലൊക്കെ നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടുണ്ട്, ടണ്ട്ര, തുണ്ട്ര, ടാൻട്രോ റീജൻസ് അല്ലേ. അപ്പോൾ നമ്മൾ ടണ്ട്ര റീജൻസുകളെന്ന് നമുക്ക് ഇതിനെ പറയാം. ടണ്ട്ര റീജൻസ് എന്നറിയപ്പെടുന്നത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഹൈലി കോൾഡ് റീജൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ടണ്ട്ര റീജൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് അഫ്കോഴ്സ് ഇത് ആർട്ടിക് റീജൻസിലാണ്. ആർട്ടിക് ഓഷൻസ് റീജൻസ് അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഏകദേശം 90 ഡിഗ്രിക്ക് മുകളിലാണ് ഇത് വരുന്നത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻലാൻഡ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാപ്പ് കണ്ടാൽ മനസ്സിലാവും, അലാസ്ക ആൻഡ് ദെൻ ഗ്രീൻലാൻഡ്, ഈ തുടങ്ങുന്ന പ്രദേശങ്ങളാണ് ഇതെന്നറിയപ്പെടുന്നത്. അതായത് ഈ റീജൻസ് മോസ്റ്റ് കോൾഡസ്റ്റ് റീജനാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കോൾഡ് ആയിട്ടുള്ള ഒരു റീജനാണ്. നിങ്ങൾക്ക് ഈ മാപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതെന്നറിയപ്പെടുന്നത് മോസ്റ്റ് കോൾഡസ്റ്റ് റീജനാണ് ടാൻഡ്രോ റീജൻസ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ബയോമി ഓഫ് എർത്ത് മനസ്സിലാക്കിയാൽ ഇവിടെ ട്രീലെസ് ഏരിയ ആണ്. നിങ്ങൾക്ക് ആ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒന്നും വലിയ ഒരു ജിയോഗ്രാഫിക്കലി ഒരു ഗ്രീൻ വെജിറ്റേഷൻ ഒന്നും ഇല്ല. ശരിയല്ലേ പറയുന്നത്? കാരണം അതാ ഇവിടെ എല്ലാം എന്താണ് ഉള്ളത്, ട്രീലെസ്സുകളാണ്. ഇവിടെ എല്ലാ കളേഴ്സുകൾ ഫുൾ കോൾഡാണ്. ഈ റീജൻസുകളാണ്. ഈ പ്രദേശങ്ങളെല്ലാം നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഇനി തെറ്റാനായിട്ട് പാടില്ല. നോർത്തേൺ റഷ്യയിലെ സൈബീരിയ, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള പകുതി ഭാഗം നോർവേ ആൻഡ് സ്വീഡൻ ആൻഡ് ഫിൻലാൻഡ്. നമ്മളിവിടെ ഇത്രയും പഠിച്ചു. ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ പഠിച്ചു. അതിൻ്റെ ബാക്കി പകുതി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെന്നറിയപ്പെടുന്നത് ഹൈലി കോൾഡസ്റ്റ് റീജനാണ്. ട്രീലെസ് ഏരിയ എന്നാണ് ഈ പ്രദേശം നമുക്ക് എന്ത് ചെയ്യുന്നത്, അറിയാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇത് ആർട്ടിക് സർക്കിളിനോട് ഏറ്റവും അടുത്താണ് കിടക്കുന്ന ഈ സ്ഥലം എന്നറിയപ്പെടുന്നത്. ഇതാണ് ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെയാണ് നമ്മൾ ആർട്ടിക് സർക്കിൾ അല്ലേ, ഇതാണ് നമ്മൾ ആർട്ടിക് സർക്കിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആർട്ടിക് സർക്കിളിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഏത് റീജൻ എന്നറിയപ്പെടുന്നത്, ടണ്ട്ര റീജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നതാണ് അലാസ്ക. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. ചില ആളുകൾക്കൊക്കെ എന്നോട് പലപ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ അലാസ്കയ്ക്ക് എവിടെയാണ്? ഈ പ്രദേശമാണ് അലാസ്ക. അമേരിക്കയുടെ ഇപ്പോൾ കയ്യിലാണ് കേട്ടോ ഇതൊക്കെ. അലാസ്ക എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കാനഡ, നമ്മുടെ നോർത്തേൺ കാനഡ എന്നറിയപ്പെടുന്നത്. ഈ പ്രദേശം കണ്ടോ, ഇവിടെയെല്ലാം നോർത്തേൺ കാനഡയാണ്, ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം. ഇതെല്ലാം ടാൻഡ്ര റീജൻസിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി അത്രയും എക്സ്ട്രീം കോൾഡ് റീജൻസ് ആണ്. ഓക്കെ, ഇതാ ഈ പ്രദേശം, ഇതാണ് അലാസ്ക എന്നറിയപ്പെടുന്നത്. ഞാൻ വേറൊരു കളറിൽ കാണിച്ചത്, ഇതാണ് അലാസ്ക. കണ്ടോ, ഈ ഭാഗങ്ങളെല്ലാം വരുന്ന അലാസ്ക റീജൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഗ്രീൻലാൻഡ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഗ്രീൻലാൻഡ് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം പച്ചപ്പായിരിക്കുമെന്ന്. അല്ല, നെവർ. ഇവിടെ എല്ലാം എന്ത് തന്നെയാണ്, തണുത്ത പ്രദേശങ്ങളാണ്. മുഴുവനായിട്ട് എന്താണ്, ഒരു സ്നോഫോൾ റീജിയനാണ്. ഫുള്ളും നിറഞ്ഞു കിടക്കുന്ന മഞ്ഞുമലകളാൽ നിറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് ഗ്രീൻലാൻഡുകൾ എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ സ്കാൻഡിനേവിയൻ, ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ സ്കാൻഡിനേവിയൻ നാഷൻസുകളായിട്ടുള്ള നോർവേ, സ്വീഡൻ, പിന്നെ ഏതാണ്, ഫിൻലാൻഡ്. പിന്നെ അതുപോലെ തന്നെ നോർത്തേൺ സൈബീരിയ, നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതുപോലെ സൈബീരിയൻ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവിടെയാണ്, സൈബീരിയ എന്നറിയപ്പെടുന്നത്. നമ്മൾ തൊട്ട് താഴെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ടൈഗ റീജൻസ് പഠിച്ച സമയത്ത്. ഈ പ്രദേശങ്ങൾ ഇവിടെയൊക്കെ വരുന്നതാണ് സൈബീരിയൻ റീജൻസ് എന്നറിയപ്പെടുന്നത്. ഹൈലി കോൾഡസ്റ്റ് റീജനാണ് കേട്ടോ. ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ മനുഷ്യൻ പോലും എൻ്റർ ചെയ്യാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് അത് നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പാടാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വളരെയധികം, കടലാണെങ്കിൽ ഓക്കെ, പക്ഷേ ഭൂമിയുടെ പ്രദേശങ്ങളിൽ നമുക്ക് ചെറിയൊരു മിത്തൊക്കെ ആയിട്ട് അത് ചിലപ്പോൾ നമുക്ക് മാറാം, എവിടെയോ വായിച്ചിട്ടുള്ളതാണ്. എനിവേ, എന്തായാലും സൈബീരിയ പ്രദേശം ഒരു ഹൈലി കോൾഡസ്റ്റ് റീജൻ ആണ്. നിങ്ങൾക്ക് 2 റീജൻസുകളെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മാറ്റി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ ഞാൻ തിരിച്ച് അതൊന്ന് മാറ്റിത്തരാം. ഈ 2 റീജിയൻസുകളും നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ലൊക്കേഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈഗ റീജൻസ്, അലാസ്ക, കാനഡ, സ്കാൻഡിനേവിയൻ, സൈബീരിയ, ലോങ് കോൾഡ് വിൻ്റർ ആൻഡ് ഷോർട്ട് വിൻ്റർ. ആൻഡ് നെക്സ്റ്റ് ഇവിടെയും കൊടുത്തിരിക്കുന്ന അതിൻ്റെ ലൊക്കേഷൻസ് പറയുന്നുണ്ട്. ഫൗണ്ടഡ് ഇൻ ദ ആർട്ടിക് റീജിയൻസ് ഓഫ് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ് ആൻഡ് സ്കാൻഡിനേവിയ, സൈബീരിയ. ഈ പ്രദേശങ്ങൾ മുഴുവനായിട്ട് വരുന്ന ഇതാണ്.
നമ്മുടെ കോൾഡസ്റ്റ് റീജിയൻ എന്നറിയപ്പെടുന്ന ഏതാണ് ടാൻട്രോ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ക്ലൈമറ്റ് വെരി കോൾഡ് ആൻഡ് ഇയർ അറൗണ്ട്, ലോങ് ഹാർഷ് വിൻ്റർ ആൻഡ് ഷോർട്ട് കോൾഡ് സമ്മേഴ്സ്. വളരെ വളരെ എക്സ്ട്രീമായിട്ടുള്ള കോൾഡ് റീജിയനാണ് ഈ പ്രദേശം എന്നറിയപ്പെടുന്നത്. കണ്ടല്ലോ, ഇതാണ് ടൻഡ്ര റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈൽഡ് ലൈഫ് എന്നറിയപ്പെടുന്ന റെയിൻഡിയർ എന്നറിയപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കൊമ്പുകൾ അടങ്ങിയിട്ടുള്ള, നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക് ഫോക്സ് ഉണ്ട്, മസ്ക് ഓക്സ് ഉണ്ട്, അത് ലീമിങ് എന്നറിയപ്പെടുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളത്, പോളാർ ബിയേഴ്സുകളൊക്കെ ഉണ്ട്, മൈഗ്രേറ്ററി ബേർഡ്സുകളുണ്ട്. അപ്പോൾ തണുപ്പിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൃഗങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഈ സ്ഥലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ നേരത്തെ പോയിന്റ് ബേസിൽ നോക്കും. എങ്കിലും ഇവിടുത്തെ ആളുകൾ എന്നറിയപ്പെടുന്നത് എസ്കിമോസുകൾ എന്നറിയപ്പെടുന്നത്, അതുപോലെ സാമി ആൻഡ് അതർ ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസ് ആർ വ്യൂവർ. മറ്റു നാടോടി വിഭാഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ട് താമസിക്കുന്ന വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇത് 2 റീജിയൻസുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ടൻഡ്ര റീജിയൻസുകളും അതുപോലെ തന്നെ തൈഗ റീജിയൻസുകൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഒരു ബയോമി പെക്യുലാരിറ്റീസുകൾ എടുത്ത് വെച്ച് നോക്കി ഡിഫറൻസിയേഷൻ. അതിൻ്റെ ലൊക്കേഷൻസ് കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഗ്രീൻലാൻഡിനോട് അടുത്ത് വരുന്നതാണ് ടൻഡ്ര റീജിയൻസ്, അതിന് തൊട്ട് താഴെ വരുന്ന 55 ഡിഗ്രിക്കും മറ്റേത് 75 ഡിഗ്രിക്കൊക്കെ ഇടയിൽ വരുന്നത് ടൻഡ്ര റീജിയൻസ്. ടൈഗർ റീജിയൻസ് എന്നറിയപ്പെടുന്നത് 55 ഡിഗ്രിക്ക് ഇടയിൽ വരുന്നതാണ് ടൈഗർ റീജിയൻസ്. 70 ഡിഗ്രിക്ക് മുകളിൽ 90 ഡിഗ്രിയൊക്കെ വരുന്ന ഏറ്റവും ടോപ്പായിട്ട് വരുന്നതാണ് ടൻഡ്ര റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ടൻഡ്ര റീജിയൻസിൻ്റെയൊക്കെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ലൊക്കേഷൻസ്: നോർത്ത് ദ സർക്കിൾ ഓഫ് അലാസ്ക, കാനഡ, എക്സ്ട്രീം കോൾഡ് സോൺ, ടെമ്പറേച്ചർ -25 ഡിഗ്രി സെൽഷ്യസ്, -40 ഡിഗ്രി സെൽഷ്യസ്, സമ്മർ റൈസ് അപ് ടു ദ 10 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, ഏകദേശം 10 ഡിഗ്രി മാത്രമായിരിക്കാം ഇതിൻ്റെ എന്തെന്നറിയപ്പെടുന്നത്, സമ്മർ ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്, അതിൻ്റെ ചൂടെന്നറിയപ്പെടുന്നത്. വെജിറ്റേഷൻ, ഷ്രബ്സ് ആൻഡ് മോസസുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഷോർട്ട് ഗ്രോവിംഗ് സീസൺ, വളരെ കുറഞ്ഞ പൊക്കം കുറവായിട്ടുള്ള റീജൻസുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ നേറ്റീവ്സുകൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ എസ്കിമോകൾ എന്നറിയപ്പെടുന്ന ഒരു ഒരു നൊമറ്റിക്സുകളാണ് ഇവരെല്ലാം. നാടോടി വിഭാഗങ്ങളായിട്ട് ഇവരും സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അവിടെ പോയിട്ടുള്ള ആളുകളുടെയൊക്കെ വീഡിയോസുകൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇവരും എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ അത്രയും കോൾഡ് റീജിയൻസിൽ താമസിക്കുന്നതെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് സ്റ്റൈലാണ് ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സ്നോമി ലാൻഡ്സ്കേപ്പ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത്രയും എക്സ്ട്രീം കോൾഡ് റീജിയനാണ് ഈ പ്ലേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ടൻഡ്ര റീജിയൻസുകളിലും അതേപോലെ തന്നെ ടൈഗ റീജിയൻസിലും നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടുത്തെ ഇതിൻ്റെ 2ൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ, ദ ടൈഗ ആൻഡ് ത്രാൻഡോസ്, ടൈഗ ഹാസ് ബീൻ ദ ഡെൻസ് കോണിഫറസ് ഫോറസ്റ്റ്. നമ്മൾ പറഞ്ഞു ടൈഗ എന്നറിയപ്പെടുന്നത് ഒരു കോണിഫറസ് ഫോറസ്റ്റ് റീജിയനാണ്. ടുൻഡ്രാസ് എന്നറിയപ്പെടുന്നത് ടാൻഡ്രോ എന്നറിയപ്പെടുന്നത് ഹാസ് എ നോ ട്രീസ്. ടാൻഡ്രോയിൽ പ്രത്യേകിച്ച് വലിയ ട്രീകളൊന്നുമില്ല. ടൈഗ റിസീവിൽ എ സ്ലൈറ്റ് മോർ റെയിൻഫോൾ ആൻഡ് ഹാസ് എ ലോങ് ഗ്രോവിംഗ് സീസണൽ ദെൻ ഈസ് എ ടുൻഡ്ര. ടാൻഡ്രോ റീജിയൻസിനേക്കാളും വളരെയധികം ലോങ് സമ്മർ അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻറ്റ് ഓഫ് റീജിയൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ടൈഗ റീജിയൻസ് എന്നറിയപ്പെടുന്നത്. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മളെ ടാൻഡ്രോ റീജിയൻസ് നോക്കുകയാണെങ്കിൽ എൻറ്റയർലി എക്സ്ട്രീം കോൾഡ് റീജിയൻസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന 2 റീജിയൻസുകളുടെയും ഒരു പ്രത്യേകത എന്നറിയപ്പെടുന്നത്. പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നോക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സുകളെയും കുറിച്ച് ഒരു ചെറിയൊരു പാർട്ടും കൂടെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ 8 പ്രധാനപ്പെട്ട ക്ലൈമറ്റ് റീജിയൻസുകളെയും കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇക്വേറ്റർ നോക്കിക്കഴിഞ്ഞു, മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ, സാവന ക്ലൈമറ്റ് റീജിയൻ, ഹോട്ട് ഡെസേർട്ട് ക്ലൈമറ്റ് റീജിയൻ, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയൻ, ടെമ്പറേറ്റ് ടെമ്പറേച്ചർ ഗ്രാസ്ലാൻഡിൻ്റെ പ്രത്യേകതകൾ, പ്രയറി ഗ്രാനറീസ് ഓഫ് ദ വേൾഡ്, അതിൻ്റെ മറ്റൊരു പ്രത്യേകത ടൈഗ ആൻഡ് ടാൻഡ്ര റീജിയൻസിനെ കുറിച്ച് നോക്കി. ഓക്കെ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.